ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക്നോളജിയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വമ്പൻ സെയിൽ വരാൻ പോവാണ്. നമ്മൾ കാത്തിരുന്ന ബിഗ് ബില്യൺ സെയിൽസും ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും വരാൻ പോവാണ്. വമ്പൻ ഓഫറുകളാണ് വരാൻ പോകുന്നത്. ബാങ്ക് ഓഫേഴ്സും പലതും വരുന്നുണ്ട്. സെയില് നമുക്ക് ഈ 2 ദിവസങ്ങളിലായിട്ടായിരിക്കും സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേയും പ്രൈം ആൾക്കാർക്കും ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർഷിപ്പ് ഉള്ളവർക്കും ഇതിന് നേരത്തെ 26 ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. 26, 27 ഈ ഡേറ്റുകളിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ വമ്പൻ ഡീലുകളാണ് വരാൻ പോകുന്നത്. ഈ ഡേ മുന്നേയും പ്രൈം ആൾക്കാർക്കും ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർഷിപ്പ് ഉള്ളവർക്കും ഇതിന് നേരത്തെ 26-ാം തീയതിക്കുള്ളിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. 27 ഈ ഡേറ്റുകളിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ എല്ലാ ഹോം അപ്ലയൻസ് എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് കുറെ കാര്യങ്ങൾ നോക്കാം. കാരണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ കുറെ പ്രൊഡക്റ്റ് മേടിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു പ്രൈം മെമ്പർഷിപ്പ് എടുക്കുക. എന്ന് വെച്ചാൽ ഈ 300 രൂപയാണ് ഒരു പ്രൈം മെമ്പർഷിപ്പ് 1 മന്തിൽ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോം HD കാണാം. 1 മന്തിലേക്ക് നമുക്ക് ആമസോൺ പ്രൈമിലുള്ള എല്ലാ വീഡിയോസും നമുക്ക് കാണാം. പക്ഷെ അതുപോലെ പ്ലാൻ വേണ്ടാത്തവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 രൂപയ്ക്ക് 1 മന്തേ കിട്ടുന്നുള്ളൂ. പ്രൈം ഒന്നും വേണ്ടാത്തവർക്ക്, എന്ന് വെച്ചാൽ OTT പ്ലാറ്റ്ഫോം വേണ്ടാത്തവർക്ക് വേറൊരു ഓഫർ ഉണ്ട്. പ്രൈമിന്റെ തന്നെ ഇപ്പൊ ഈ സെയിലിനോടനുബന്ധിച്ച് അവർ കൊണ്ടുവന്ന ഒരു ഓഫറാണ്. 399 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇപ്പോഴത്തെ ഓഫറാണ്. ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ കാണും. ഈ ഒരു ഓഫറിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ 499 അത് 399 രൂപ നമുക്ക് തരുന്നു. 1 ഇയർ പ്രീമിയം മെമ്പർഷിപ്പ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ 1 ഡേ ഡെലിവറി എന്നാണ് അവരുടെ ഒരു തോട്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ നമുക്ക് ബാങ്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ICC ബാങ്കിന്റെ ഓഫേഴ്സ് ആമസോൺ പേയുടെ യൂസ് ചെയ്തുകൊണ്ട് ICC ബാങ്കോ ആക്സിസ് ബാങ്കോ യൂസ് ചെയ്യുന്നവർക്ക് ഒരു 5% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഫ്രീ ഡെലിവറി വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1 ഡേ ഡെലിവറിയാണ് അവർ പറയുന്നത്. എത്ര നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്താലും 1 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 2 ഡേയ്സ് ഒക്കെ പോയാലും നമുക്ക് നേരത്തെ തന്നെ കിട്ടും. ഇപ്പൊ പ്രൈം ഡേ സെയിലിൽ ഭയങ്കരമായിട്ടുള്ള ഡെലിവറി ബോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഇത് കാണും. കാരണം ഒത്തിരി സെയിൽ നടക്കുമ്പോൾ അങ്ങനെ ഡെലിവേഴ്സ് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തവർക്ക് 1 ഡേ ഡെലിവറി കിട്ടാൻ സാധ്യതയുണ്ട്. 2 ഡേ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. നിങ്ങൾ കുറെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 29-ാം തീയതി വരെ നോക്കിയിരുന്നിട്ട് ചില പ്രൊഡക്റ്റുകൾ വരും. പക്ഷെ നിങ്ങൾ ഭയങ്കര ഡീലിൽ വരുന്ന പ്രൊഡക്റ്റുകളൊന്നും ആ സമയത്ത് ഈ പ്രൈസിന് അയക്കത്തില്ല. കാരണം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന്റെ വില എത്രയാണെന്ന് നോക്കി വെക്കുക. ഇപ്പൊ ആണെങ്കിൽ സെയിൽ ഒന്നും ഇല്ലാത്ത സമയത്തുള്ള വിലയാണ്. ഇനിയിപ്പോ സെയിൽ തുടങ്ങുന്നതിന് തലേ ദിവസം അതിന് പിറ്റേന്ന് ഒരു വില ഭയങ്കരമായിട്ട് കൂട്ടിയിടും. എന്നിട്ട് ഭയങ്കര ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിടും. പക്ഷെ ചിലപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും കാണത്തില്ല. അതേ സെയിം വിലയ്ക്ക് തന്നെ വിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ വില നോക്കി വെക്കുക. അല്ലെങ്കിൽ ഒരു പ്രൈസ് ട്രാക്കറോ പ്രൈസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന പല പല ഓപ്ഷൻസുകളുള്ള ആപ്പുകളോ വെബ്സൈറ്റുകളോ ഉണ്ട്. അപ്പൊ അത് വെച്ച് നിങ്ങൾ ഒന്ന് ട്രാക്ക് ചെയ്യും. ഇപ്രാവശ്യം ആമസോണിൽ ഡെബിറ്റും ക്രെഡിറ്റ് കാർഡിനും ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ കാർഡുകൾ എടുത്തു വെക്കാൻ ശ്രമിക്കുക. SBIയുടെ കാർഡുകൾ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക. HDFCയുടെ കാർഡിനും നമുക്ക് ഫ്ലിപ്കാർട്ടിലും ഉണ്ട്, ആമസോണിലും ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ആക്സിസ് ബാങ്കിന്റെ പ്ലസ് മെമ്പർഷിപ്പ് ഉള്ള കാർഡുകൾക്കാണ് ഫ്ലിപ്കാർട്ടിൽ കുറെ കൂടെ ഓഫേഴ്സ് വരുന്നത്. ആമസോണിൽ SBIയുടെ കാർഡും HDFCയുടെ കാർഡും പിന്നെ ആമസോണിന്റെ 400 രൂപയ്ക്ക് പ്രീമിയം ചെയ്ത് വെക്കുന്നവർക്ക് അതിൽ ആക്സിസ് ബാങ്കിന്റെ പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ള കാർഡുകൾക്കും ഉണ്ട് ഓഫേഴ്സ്. ചെയ്യേണ്ട ഇത്രയും കാർഡുകൾ ഞാൻ പറഞ്ഞ കാർഡുകൾ മസ്റ്റ് ആയിട്ട് എവിടെന്നെങ്കിലും കളക്ട് ചെയ്യുക ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ ഡീല് വരുന്നത് രാത്രി 12 മണിക്കൊക്കെ കുറെ ഡീലുകൾ വന്നിട്ടുണ്ട്. കാരണം ആ ഡീലിൽ ആ ഒരു 3 മിനിറ്റ് 4 മിനിറ്റിനൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് കുറെ ഡിസ്കൗണ്ട്സ് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ 12 മണിക്ക് നോക്കിയിരിക്കുന്നവരാണെങ്കിൽ നോക്കിയെന്നാലും നല്ല ഡീൽസ് ഉണ്ട്. എന്തായാലും പ്രൈസ് ഹിസ്റ്ററി ഒന്ന് ട്രാക്ക് ചെയ്തേക്കുക. 2-3 കുറെ ട്രാക്കേഴ്സ് ഉണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇപ്പോഴത്തെ വില നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക. നിങ്ങൾ ആ സമയത്തെ വിലയും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. അവരിടുന്നൊരു വില വെച്ച് കട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് ഭയങ്കര വില കൂട്ടിയിട്ടിട്ട് നിങ്ങൾ ഇപ്പൊ വിൽക്കുന്ന വിലയ്ക്ക് ചില പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബൈ ഹത്തക്ക് എന്ന് പറഞ്ഞൊരു പ്രൈസ് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഫ്ലിപ്കാർട്ടും ഒരു വെബ്സൈറ്റ് ആണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും രണ്ടും കൂടെ അതിനകത്ത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുറെ ഫ്ലിപ്കാർട്ടിന്റെ കുറച്ച് തന്നെ ഉണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പ്രൈസ് ട്രാക്കിങ്ങിന്റെ കുറച്ച് വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനും ഞാൻ വീഡിയോ ചെയ്യാം. അത് നിങ്ങൾ കമന്റിൽ പറയാ വേണമെങ്കിൽ. വമ്പൻ ഓഫറുകൾ ഫോണുകളിലുണ്ട്. iPhone 12-നൊക്കെ നല്ല രീതിയിൽ വില കുറയുന്നുണ്ട്. 24, 34 ആ റേഞ്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. 12, 13, 14, 15 വരെ വില കുറയുന്നുണ്ട്. കാരണം ഇപ്പൊ 16 ഇറങ്ങിയ സമയത്തും 16 വില കുറയാൻ സാധ്യതയില്ല. കാരണം ഉടനെ സെയിലൊക്കെ തുടങ്ങുന്ന ആ 21-ാം തീയതി തൊട്ടാണ് പലയിടത്തും സെയിൽ തുടങ്ങുന്നത്. വീല് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നല്ല രീതിയിൽ ബാങ്ക് ഡിസ്കൗണ്ട് ഒരു 10% SBIയുടെ കാർഡ് ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. ക്രെഡിറ്റിനായിരിക്കും കൂടുതൽ ഡിസ്കൗണ്ട് വരാൻ പോകുന്നത്. കാരണം EMI എടുക്കുന്നവർക്ക് നല്ലൊരു ഡീലിൽ നമുക്ക് പ്രൈസ് കുറച്ച്
നമുക്ക് പല പ്രൊഡക്റ്റുകളും ഫോണുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യം ഐഫോൺസിൽ 2-3 ഫോണുകൾക്കായിരിക്കും വില കുറയാൻ സാധ്യതയുള്ളത്, നല്ല രീതിയിൽ വില കുറയുന്നത്. കാരണം 12-നൊക്കെ പക്കാ രീതിയിൽ കുറയും. 12, 13, 14, 15 പ്ലസിന് അത്രയും കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അത്യാവശ്യം കുറയാൻ സാധ്യത, ഒരു 10,000 രൂപയെങ്കിലും കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് നിങ്ങൾ നോക്കി വെക്കുക. അതിൽ നിന്ന് ഒരു 20,000 രൂപയോളം കുറയാൻ സാധ്യതയുണ്ട്. വിത്ത് ബാങ്ക് ഡിസ്കൗണ്ട്, വിത്ത് എക്സ്ചേഞ്ച് ഓഫേഴ്സ്, കുറേ ആനുകൂല്യങ്ങൾ ഇപ്പൊ രണ്ടുപേരും ഫ്ലിപ്കാർട്ടും ആമസോണും കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നോക്കുക. പക്ഷെ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ഒരു എക്സ്ചേഞ്ച് ഓഫർ നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്തെന്ന് വെച്ചു, അവര് വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, അവിടെ സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് അവര് എത്രയാണോ പ്രൈസ് പറഞ്ഞിരുന്നത് അതിനേക്കാളും കുറച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ചിലർക്കേ അത് പറ്റിയിട്ടുള്ളൂ. നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ പ്രൈസ് കിട്ടുന്നത് അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ആമസോണിലൊക്കെ എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം നിങ്ങൾ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാനായിട്ട് നോക്കേണ്ടത്. പിന്നെ നമുക്ക് സാംസങ്ങിന്റെ ഫോണുകളിൽ നല്ല ഡിസ്കൗണ്ട്സ് വരാൻ സാധ്യതയുണ്ട്. S23ക്ക് ഡിസ്കൗണ്ട് വരാൻ സാധ്യതയുണ്ട്. S24ന് ഡിസ്കൗണ്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കുറെ ഓഫേഴ്സ് വരുന്നുണ്ട്. നമുക്ക് വഴിയെ പറയാം, ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാൻ നമുക്ക് ഗാഡ്ജറ്റുകളെല്ലാം. കാരണം ഹെഡ്സെറ്റുകൾക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഐഫോൺസിന്റെ ഒക്കെ ഡീൽസ് ആണ്, ഐഫോൺസിന് നല്ല ഡീൽസ് വരാൻ സാധ്യതയുണ്ട്. ഐഫോൺസിന്റെ നല്ല ഡീൽസ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഐഫോൺ 12 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ 12ന് നല്ലൊരു ഓഫേഴ്സ് ഉണ്ട്. 30ക്ക് താഴെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നല്ലൊരു ഓഫറാണ്. പക്ഷെ ഐഫോൺ 12 നിങ്ങൾ അപ്ഡേഷൻസ് ഒക്കെ വലുതായിട്ട് നോക്കുന്നില്ലെങ്കിൽ 7 വർഷം അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. കാരണം 4 വർഷം മുന്നേ ഇറങ്ങിയ ഒരു ഫോണാണ്. ഇപ്പോഴും നല്ലതാണ്. സെക്കൻഡറി ഒരു ഫോണായിട്ട് നോക്കുന്നുണ്ടെങ്കിലൊക്കെ ഐഫോൺ 12 നോക്കുക. ഒരു ആപ്പിൾ വേണമെന്ന് 5G ഉണ്ട്, എല്ലാം കൊണ്ടും ഐഫോൺ 12 ഇനഫാണ്. നിങ്ങൾ അപ്ഡേഷൻ കിട്ടത്തില്ല എന്നൊരു കാര്യത്തിൽ കിട്ടും, പക്ഷെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. എന്നാലും നമ്മൾ ഫീച്ചേഴ്സ് ഇനി വരാൻ പോകുന്ന 16ലുള്ള ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന അതിനൊരു 35-30 താഴെ വരും. 35 രൂപയ്ക്ക് നമുക്കൊരു 13 കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ 13 ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്ന ഡിസ്പ്ലേ ഇഷ്യൂ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ 1 ഇയർ വാറണ്ടി അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കണം നിങ്ങൾ വാറണ്ടി. കാരണം 13 എടുക്കുമ്പോൾ ഇച്ചിരി റിസ്ക് ആണ്. കാരണം ഞാൻ 14 സ്കിപ്പ് ചെയ്യാൻ പറയത്തുള്ളൂ. 14 സ്കിപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രൈസ് വേണം. പക്ഷെ 13 നിങ്ങൾക്ക് നല്ല പീസൊക്കെ കിട്ടുവാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയും. ഈ ഒരു പ്രൈസ് റേഞ്ചിന് 13 ഇറക്കാം. അതിന് പകരം 12 എടുത്താലും മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം 13 ഇഷ്യൂ വരുന്നുണ്ട്, അതാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം. പക്ഷെ ഈ 35 രൂപയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ സാധിക്കും. 35-ന് മണ്ടക്കോട്ട് വരും. എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞ് എക്സ്ചേഞ്ച് ഓഫറും ഒക്കെ കഴിഞ്ഞായിരിക്കും ഇവർ ഈ പ്രൈസ് ഒക്കെ പറയുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ, എല്ലാം നോക്കിയിട്ട് വേണം മേടിക്കാൻ. കാരണം പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഐഫോൺ 15 റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഒരു 50 രൂപയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഐഫോൺ 15 ബേസ് വേരിയന്റ് 128GB 50 രൂപയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. എല്ലാ ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞ് വരും. ഇത്രയൊക്കെയാണ് ഐഫോൺസിൽ മെയിൻ ഓഫേഴ്സ് വരുന്ന. പ്രോ വേർഷൻസിലും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു 5000-7000 ഒക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. നമുക്ക് വരുമ്പോൾ നോക്കാം. ഒന്നും റിവീൽ ആയിട്ടില്ല നമുക്ക് സാംസങ്ങിന്റെ ഫോണുകളെ കുറിച്ചാണ്. സാംസങ്ങിന്റെ ഫോണിൽ നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. അതിൽ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. A-സീരീസിനൊക്കെ ഇപ്പൊ ഓൾറെഡി A-സീരീസ് A35 വില കുറച്ചിട്ടുണ്ട്. A55s കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുക. A35 ഒക്കെ നല്ല മൊബൈലാണ്. പുതിയ S23 ഡിസൈനുകളിലാണ് വരുന്നതെങ്കിൽ പോലും പെർഫോമൻസ് ചെയ്യാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഡീസന്റ് ഒരു സാംസങ് ഫോൺ ഓഫ്ലൈനിൽ മേടിക്കണമെങ്കിൽ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനിലും ഉണ്ട് അത്യാവശ്യം ഓഫേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഓഫ്ലൈൻസിൽ ഇപ്പൊ കൂടുതൽ ഓഫ്ലൈൻസിലാണ് എ സീരീസുകൾ വിൽക്കുന്നത്. ഇതിന്റെ ഓൾറെഡി A-സീരീസുകൾ ഓഫ്ലൈൻ മാർക്സിൽ നല്ല രീതിയിൽ വില കുറച്ചിട്ടുണ്ട്. ഓൺലൈനിൽ അങ്ങനെ കണ്ടില്ല ഞാൻ. ഓഫ്ലൈൻ മാർക്സിൽ നല്ല രീതിയിൽ വില കുറച്ചിട്ടുണ്ട്. ഓൺലൈനിലും ഉണ്ട് എന്ന് പറയാം കുറെ. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക സാംസങ്ങിന്റെ. പിന്നെ സാംസങ് S21FE ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഒത്തിരി പഴകിയ ഒരു ഫോൺ. S20FE ഒട്ടും നോക്കണ്ട. S21FE നല്ലൊരു ഫോണാണ്. നിങ്ങൾ സെക്കൻഡറി ഒരു അപ്ഡേഷൻ ആൻഡ്രോയിഡ് 13 വരെ കിട്ടിയിട്ടുള്ളൂ. 14 കിട്ടിയിട്ടില്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസും കൂടാണ് S20FE 5G എന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ എടുക്കേണ്ട. ഇപ്പോഴത്തെ സെയിൽ വന്നാൽ പോലും നിങ്ങൾ അത് ചൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. S21FEക്കും ഉണ്ട്, S23FEക്കും ഉണ്ട്. ഇത് രണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ നേരെ കുറച്ചുകൂടെ പൈസയൊക്കെ ഇട്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ S23FE എടുക്കാനും ഞാൻ റെക്കമെൻഡ്. വിത്ത് സ്നാപ്ഡ്രാഗൺ വെർഷൻ ഒരു 35 റേഞ്ച് കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാം. പക്ഷേ ബെസൽനെസ് വളരെ കൂടുതലാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്യാമറയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ S23FE ഈസ് പെർഫെക്റ്റ് എന്ന് പറയാൻ സാധിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു ഡിവൈസും വീഡിയോഗ്രാഫി വിത്ത് ഫോട്ടോഗ്രാഫി തരുന്നില്ല, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. കാരണം ഫീച്ചേഴ്സ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് സാംസങ് വാലറ്റ് എല്ലാം, നമുക്ക് ഒരു NFC ഉൾപ്പെടെ എല്ലാം കിട്ടുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വെറും 25 വോൾട്ടിന്റെ ചാർജർ ബോക്സിൽ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം എന്നേ ഉള്ളൂ. എല്ലാം കൊണ്ടും ക്യാമറ വൈസ് ചെയ്ത് ഡിസ്പ്ലേ വൈസ് ചെയ്ത് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് എന്ന് പറയാം. പക്ഷേ സ്നാപ്ഡ്രാഗൺ വെർഷൻ എടുക്കും, അതിന് 35,000 രൂപയ്ക്ക് മണ്ടക്കോട്ട് വരും. അതിന് താഴെ വരാൻ ഡിസ്കൗണ്ട് വഴി നമുക്ക് അതിനെക്കുറിച്ച് വഴി പറയാം.
പിന്നെ വരുന്ന ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ S23 എടുക്കുക. ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് ആണ്. നിങ്ങൾക്ക് അത് പറ്റിയ കുറച്ചുകൂടെ പൈസ കൂട്ടി ഇടാനുണ്ടെങ്കിൽ നിങ്ങൾ S23 പോകാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം S23 വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ. കാരണം ആ ഒരു സെഗ്മെന്റിൽ വൺ ഓഫ് ദി ഇത്ര ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഒരു 40 രൂപയ്ക്കൊക്കെ കിട്ടുവാണെങ്കിൽ എൻ്റെ മുന്നേ 45, 44, ഇപ്പൊ 45 ഉള്ളിൽ കിട്ടുവാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസ് എന്ന് പറയും. കാരണം 8 അത്യാവശ്യം പെർഫെക്റ്റ് ക്യാമറ എന്ന് പറയാം. പക്ഷെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണ്. നിങ്ങൾക്ക് കൊച്ചു ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ മേടിക്കാൻ പറ്റിയ ഫോൺ. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായാലും കൊച്ചു ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷേ S23 FE ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ഫോണാണ്. കാരണം 8 ആണ് വരുന്നത്. അതൊക്കെ ഒരു സന്തോഷ വാർത്ത. S23 അൾട്രയ്ക്ക് നല്ല രീതിയിൽ വില കുറയാൻ സാധ്യതയുണ്ട്. നമുക്കൊരു 65-70K പ്രൈസ് റേഞ്ചിൽ വരാൻ 65,000 to 75,000 റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. 65,000-നൊക്കെ കിട്ടുവാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് ഞാൻ പറയും. കാരണം എക്സലന്റ് ക്യാമറ, എക്സലന്റ് രീതിയിൽ S24 വീഡിയോഗ്രാഫി കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു ഫോക്കസ് ഇഷ്യൂ ഒരു സബ്ജക്റ്റിൽ നിന്ന് സബ്ജക്റ്റിലോട്ടൊക്കെ പോകുന്ന രീതി ആപ്പിളിന്റെ ഒരു പ്രോ വീഡിയോഗ്രാഫിയിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു രീതിയൊന്നുമില്ല എന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പ്രശ്നം റെഡിയാക്കിയെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ എന്ന് പറയാം. വീഡിയോഗ്രാഫി ആയാലും നമുക്ക് ഫോട്ടോഗ്രാഫി ആയാലും ചെറിയ പൊടിക്ക് കളർ ഗ്രേഡിങ് നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും ഫോണുകളെല്ലാം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരും. അത്രേ ഉള്ളൂ. അല്ലാതെ ക്യാമറയ്ക്ക് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ എന്ന് പറയാം. പിന്നെ എഡ്ജ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ഒരു സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് വില കുറയുന്ന നോക്കുന്നുണ്ടെങ്കിൽ S23 അൾട്ര നോക്കാം. ഇനി 2-3 വർഷം നമുക്ക് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ 5 വർഷമാണ് അപ്ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ഇനി എല്ലാവരും ഒരു 7 വർഷമൊക്കെ യൂസ് ചെയ്യുന്നവർ കുറവാണ്. മാക്സിമം ഒരു ഫോൺ എല്ലാവരും 4 വർഷം 5 വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ അപ്ഡേഷൻ വേണ്ടവർക്ക് S24 അൾട്ര എടുക്കാം. അതും ഓഫേഴ്സ് ഉണ്ട്. 1 ലക്ഷം രൂപയുടെ ഫോൺ ഒരു 90,000, 80,000, 84,000 ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ചില ഓഫ്ലൈൻ മാർക്സിൽ ഈ ഒരു റേഞ്ചിലൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നോക്കുക ചുറ്റുപാടുള്ള കടകളിലൊക്കെ എത്രയാണ്. പക്ഷെ ഈ ഒരു ഓഫേഴ്സിൽ വരുന്നുണ്ട്. നല്ല ഡീലായിരിക്കും. S23 അൾട്രയാണ് സാംസങ്ങിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് ഈ ഒരു ഓഫേഴ്സിൽ വരാൻ പോകുന്നത്. കാരണം ദുബായിലൊക്കെ ഈ റേറ്റിൽ തന്നെയാണ് വിൽക്കുന്നത്. കാരണം 65, 57 വരെ പോയിട്ടുണ്ട് ദുബായിലൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഈ ഒരു ഡീലൊക്കെ പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ എക്സ്ചേഞ്ച് ഓഫർ ഒക്കെ ചെയ്തു വരുവാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ഒരു 65-ന് താഴെ കിട്ടും S23 അൾട്ര. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. കറക്റ്റ് പ്രൈസ് അറിയത്തില്ല. എന്തായാലും 70-ന് താഴെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൺഫേംഡ് ആണ്. പിന്നെ വരുന്ന ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് OnePlus ഫോണുകളുടെ ഡീൽസ് നല്ലുണ്ട്. നമുക്ക് Note 4-ന് നല്ല റേറ്റ് വരാൻ സാധ്യത. ഇപ്പൊ 30,000 രൂപയാണ് അതിന്റെ വില. ഒരു 25-ന് താഴെ വരാൻ സാധ്യത ഉണ്ട്. 24, 25 ആ റേറ്റിന് വരുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസ്. കാരണം അത്യാവശ്യം എല്ലാ സ്പെക്സ് കൊണ്ടും ഒരു നല്ലൊരു മിഡ് റേഞ്ച് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നു. ബിൽഡ് ക്വാളിറ്റി ആയാലും എല്ലാം കൊണ്ടും ഒരു അടിപൊളി ഡിവൈസ് ആണ്. പിന്നെ അടുത്തൊരു ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് OnePlusന്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ ആയിട്ടുള്ള OnePlus 12-ന് നല്ലൊരു ഡീൽ വരുന്നുണ്ട്. നമുക്ക് 50, ഇപ്പൊ 65-ന് മണ്ടക്കോട്ടാണ് റേറ്റ് വരുന്നത്. നമുക്കൊരു 50-52 രൂപയ്ക്ക് കിട്ടാൻ സാധ്യത. വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറയാം. കാരണം Gen 3 എല്ലാം കൊണ്ടും ഫ്ലാഗ്ഷിപ്പ് വയർലെസ് ചാർജ് എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാം. പക്ഷെ എല്ലാം കൊണ്ടും അധികം വിറ്റ് ഡൗൺഗ്രേഡ് ആയി പോയൊരു ഡിവൈസ് ആയിരുന്നു. കാരണം OnePlus 12-ന്റെ. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് വിജയിക്കാൻ സാധ്യത ഉണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസ് എന്ന് പറയാം. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് 50-ന് താഴെ കിട്ടുവാണെങ്കിൽ അടിപൊളി ഡിവൈസ്. പക്ഷെ ഇപ്പൊ ഗ്രീൻ ലൈൻ ഇഷ്യൂ പല കാര്യങ്ങളും കൊണ്ട് OnePlusന്റെ ഓക്സിജൻ നോയ്സേ ഇല്ലാതെ ഇതുകൊണ്ടൊക്കെ OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസുകൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് അവർ വളരെ പ്രൈസ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 50-ക്ക് താഴെ വന്നാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് OnePlusന്റെ 12. അടിപൊളി ഡിവൈസ്. പിന്നെ iQന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറഞ്ഞാൽ Neo 9 Pro. iQ Neo 9 Pro എന്ന് പറഞ്ഞ ഫോൺ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ്. കാരണം ഒരു 50-ക്ക് താഴെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പോലെ ഒരു 45-ന് വരാൻ സാധ്യതയുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് iQന്റെ Neo 9 Pro എന്ന് പറഞ്ഞ ഫോണാണ്. കാരണം iQന്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസ് എന്ന് പറയാം. കാരണം Neo സീരീസ് iQ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അതിൽ Neo 9 Proയുടെ വില വരാൻ പോകുന്നത് ഇതിപ്പോ കിടക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു 40-ക്കാണ് കിടക്കുന്നത്. ഇത് 30-ക്ക് താഴെ വരാൻ സാധ്യതയുണ്ട്. 35 ആ റേറ്റിൽ വരുവാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറയാം നമുക്ക് iQ Neo 9 Pro എന്ന് പറഞ്ഞ ഫോണിന്. കാരണം എല്ലാം കൊണ്ട് 8K റെക്കോർഡിംഗ് ഉണ്ട്, ഫ്രണ്ടിൽ 4K റെക്കോർഡിംഗ്. ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത് USB 2.2. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് iQ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അപ്ഡേറ്റ് ആണ്. വിവോയുടെ OS തന്നെയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു OS ആണ്. എല്ലാം കൊണ്ടും ഒരു ഗെയിമേഴ്സ് ഒക്കെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡീലാണ്. പിന്നെ iQ 12-നും ഡീൽസ് നല്ല രീതിയിൽ വില കുറയാൻ സാധ്യതയുണ്ട്. 50-ന് താഴെ വരാൻ Gen 3 നല്ലൊരു ഡീലിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കിയിരിക്കുക. ഒരു ഗെയിമേഴ്സ് ഒക്കെ iQ ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഡീലും നിങ്ങൾ കാർഡുകളും ബാങ്ക് കാർഡും എല്ലാം എടുത്ത് വെച്ചോണം. എന്നാലേ നമുക്ക് ഡീൽ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട്, ബോണസ് ഉണ്ട്, പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. വൻ ഡീലിലാണ് വരാൻ പോകുന്ന ഫോണുകളെല്ലാം. ഇതും iQന്റെ
നിയോ 9 പ്രോയും IQ11 അത്യാവശ്യം നല്ലൊരു ഫോൺസാണ്. പിന്നെ റിയൽമിയുടെ GTക്ക് നല്ല രീതിയിൽ ഓഫേഴ്സ് ഫ്ലിപ്കാർട്ടിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാം മേടിക്കുമ്പോൾ നിങ്ങൾ കാർഡുകളെല്ലാം എടുത്ത് ചിലപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കാണത്തുള്ളൂ ആ ഓഫേഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ച് പെട്ടെന്ന് ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസ് വായിച്ച് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഉടനെ കയറി കൊടുത്തിട്ട് ചിലപ്പോൾ പൈസ കൂടുതൽ കാണിച്ച് നിൽക്കിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പേ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. നമുക്ക് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. പിന്നെ ഗാഡ്ജറ്റുകളെ കുറിച്ചും ഹെഡ്സെറ്റുകളെ കുറിച്ചും എല്ലാം ഞാനൊരു വീഡിയോ വരുന്നുണ്ട്. ബെസ്റ്റ് ഹെഡ്സെറ്റ് ഈ ഒരു സെഗ്മെന്റിൽ മേടിക്കാൻ പറ്റുന്ന ഏതൊക്കെ ഹെഡ്സെറ്റുകളാണെന്നുള്ളതെല്ലാം ഞാൻ വീഡിയോ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. ബൈ.